الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. ആരാണ് യഥാർത്ഥ ഔലിയാക്കൾ? ആരാണ് വലിയ്യ് എന്ന അള്ളാഹുവിൻ്റെ ബന്ധു, അല്ലെങ്കിൽ അള്ളാഹുവുമായി ഏറ്റവും അടുത്ത ആൾ, സാമീപ്യം തേടിയ ആൾ എന്നൊക്കെയാണ് വലിയ്യിനർത്ഥം. അങ്ങനെയുള്ള വലിയ്യാകാൻ ആർക്കാണ് അതിന് അർഹതയുള്ളത്? ആരെയാണ് വിശുദ്ധ ഖുർആൻ വലിയ്യ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്? അവർക്ക് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണങ്ങൾ എന്താണ്? എങ്ങനെയാണ് യഥാർത്ഥ വലിയ്യിനെയും കള്ളനാണയങ്ങളെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? ഇതിനെ സംബന്ധിച്ച ഒരു ചെറിയ വിവരണമാണ് എൻ്റെ ഇന്നത്തെ ഖുതുബ ഇൻഷാ അല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിൻ്റെ 62 മുതൽ 64 വരെയുള്ള വചനങ്ങളിൽ ആരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് വിശദീകരിക്കുന്നുണ്ട്. ആ 4 വചനങ്ങൾ ഇപ്രകാരമാണ്: അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയുക, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവർക്ക് യാതൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, അവരൊട്ട് ദുഃഖിക്കുന്നതുമല്ല. അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അവർ വിശ്വസിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്തവരാണ്. വിശ്വസിക്കുകയും ജീവിതത്തിൽ തഖ്വ കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ള ആളുകൾ, അവർക്കാണ് ലഹുമുൽ ബുഷ്റ, അവർക്കാണ് സന്തോഷവാർത്ത. ഫിൽ ഹയാത്തി ദുനിയ വ ഫിൽ ആഖിറ. ഈ ലോക ജീവിതത്തിലും മരണപ്പെട്ട് ചെന്നതിന് ശേഷമുള്ള പാരത്രിക ജീവിതത്തിലും
അവർക്ക് സന്തോഷകരമായ വാർത്തകളുണ്ട്, അഥവാ ശുഭകരമായ ജീവിതമുണ്ട്. ലാ തബ്ദീല ലി കലിമാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ വചനങ്ങൾ അതിനെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ, വചനങ്ങൾ അത് വളരെ കൃത്യവും വളരെ സ്പഷ്ടവുമാണ്. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയം. അഥവാ ഈ ഐഹിക ജീവിതത്തിലും അവർക്ക് സന്തോഷം, മരണാനന്തര ജീവിതത്തിലും അവർക്ക് അങ്ങേയറ്റത്തെ സന്തോഷം. ഈ രണ്ട് ജീവിതത്തിലെയും സന്തോഷത്തിന് അർഹമായ വിധത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ചെയ്ത ആരാണോ അവരാണ് യഥാർത്ഥ ഔലിയാക്കൾ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, പിന്നെ അവർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഒന്നിനെ സംബന്ധിച്ചും അവർ സങ്കടപ്പെടുകയും ചെയ്യേണ്ട ആവശ്യമില്ല. സഹോദരന്മാരെ, അങ്ങനെ അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിച്ച ഒരു വിഭാഗം ആളുകൾ ജീവിതത്തിൽ അവർ ഈമാൻ, വിശ്വാസം ശരിയായി മുറുകെ പിടിക്കുന്നു. വിശ്വസിക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളിലും, അള്ളാഹുവിലും അതുപോലെ തന്നെ അവൻ്റെ കിതാബിലും അവൻ്റെ മുർസലുകളിലും അതുപോലെ തന്നെ അവൻ്റെ ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലും അതുപോലെ മരണാനന്തര ജീവിതത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് തീരുമാനിച്ചു തന്നിട്ടുള്ള എല്ലാ ഹൈറും ഷർറുമായ കാര്യങ്ങളിലുമൊക്കെയുള്ള നിരന്തര വിശ്വാസം, ദൃഢമായ വിശ്വാസം, അതിനാണല്ലോ നമ്മൾ ഈമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഈമാൻ, 6 ഈമാൻ കാര്യങ്ങളിലും പൂർണ്ണമായ വിശ്വാസം രേഖപ്പെടുത്തുകയും വകാനു യത്തഖൂൻ, അവർ ജീവിതത്തിൽ അവർ സൂക്ഷ്മത കൈക്കൊള്ളും. അഥവാ വിഹായത്ത്, ഒരു പാപത്തിലും ഒരു കൊള്ളരുതായ്മയിലും ചെന്ന് ചാടുന്നതിൽ നിന്ന് ജീവിതത്തെ അവർ സംരക്ഷിച്ചു നിർത്തും. ഏത് കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് അവനെക്കുറിച്ച് ചിന്തിക്കും, പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അതിനു മുമ്പ് ചിന്തിക്കും. അത് തനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ഉറപ്പുവരുത്തി അത് ചെയ്യും. പറ്റാത്തതാണെങ്കിൽ അതിൽ നിന്ന് അവർ വിട്ടുനിൽക്കും. ഇങ്ങനെ നന്മയും തിന്മയും തമ്മിൽ വിവേചിച്ചറിഞ്ഞ് നന്മയെ പിൻപറ്റുകയും തിന്മയെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വികായത്ത്, അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ മുത്തഖികളായ ആളുകളായിട്ടാണ് വലിയകളെ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ വലിയകളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഹദീസ് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഒരു സഹിയ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഖുദ്സിയ ഹദീസ് എന്ന പേരിൽ അറിയപ്പെട്ടതാണ്. ആ ഹദീസിൽ ഇപ്രകാരം കാണാം: അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു തആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ ആദാലി വലിയൻ, എൻ്റെ ഒരു വലിയനോട്, അള്ളാഹുവിൻ്റെ ഒരു മിത്രമായ, അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പക്കാരനായ ഒരു വലിയനോട് ആരെങ്കിലും ശത്രുത പ്രകടിപ്പിച്ചാൽ വഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കും. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ അഫ്തറതു അലൈഹി, എൻ്റെ അടുക്കലേക്ക് സാമീപ്യം തേടാൻ ഏറ്റവും നല്ല കാര്യം എൻ്റെ അടിമയ്ക്ക് ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ കാര്യങ്ങൾ ഉപേക്ഷിക്കാനേ പാടില്ല, അത് നിർവഹിക്കൽ നിർബന്ധമാണ് എന്ന നിർദ്ദേശത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങളുണ്ട്. 5 നേരത്തെ നമസ്കാരം, റമദാൻ മാസത്തിലെ നോമ്പ്, അതുപോലെ തന്നെ സാമ്പത്തികവും ശാരീരികവുമായ കഴിവുകളൊത്ത ആളുകൾക്കുള്ള ഹജ്ജ്, സാമ്പത്തികമായ അതിൻ്റെ നിസാബ്, അതിൻ്റെ കണക്കെത്തിയിട്ടുള്ള ആളുകൾക്ക് നിർബന്ധമായ സക്കാത്ത്, ഇതൊക്കെ നിർബന്ധമാണ്. ഈ നിർബന്ധമായി ഞാൻ അവരുടെ മേൽ നിർബന്ധമാക്കിയ കാര്യങ്ങൾ മുഴുവനും കണിശമായി ജീവിതത്തിൽ പാലിക്കുക. അതിനേക്കാൾ മറ്റേതെങ്കിലും പ്രവൃത്തി കൊണ്ട് എൻ്റെ അടുക്കലേക്ക് അടുക്കാൻ പറ്റുന്ന വേറൊരു വഴിയില്ല. ഞാൻ അവരോട് നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവൻ എൻ്റെ അടുക്കലേക്ക് സാമീപ്യം കിട്ടാൻ വേണ്ടി അത് അവൻ പ്രവർത്തിക്കുന്നു. പിന്നെ വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ, നിർബന്ധമായ കാര്യങ്ങൾ മുഴുവനും
പ്രവർത്തിച്ചതിനോടൊപ്പം അവർ ഐച്ഛികമായ കാര്യങ്ങൾ അഥവാ നഫല്, സുന്നത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന ചെയ്യൽ നിർബന്ധമല്ലാത്തതും എന്നാൽ ചെയ്താൽ വളരെയധികം പ്രതിഫലം വാഗ്ദത്തം ചെയ്യപ്പെട്ടതുമായ ഒരുപാട് പ്രവൃത്തികളുണ്ട്. ആ പ്രവൃത്തികൾ അവൻ ചെയ്യും. ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ ഫർളും സുന്നത്തായ കാര്യങ്ങളും എല്ലാം അവൻ കൃത്യമായി അവൻ്റെ ജീവിതത്തിൽ പാലിക്കുമ്പോൾ ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഫൈദ അഹ്ബബ്തുഹു, ഞാൻ ആ വലിയിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ പിന്നെ കേൾക്കുന്ന അവൻ്റെ ചെവി അല്ലെങ്കിൽ അവൻ്റെ ആ കേൾക്കാനുള്ള ശക്തി അത് ഞാനായി മാറും. വ ബസറുഹു അല്ലദീ യബ്സുറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനായിട്ട് മാറും. വ യദഹു അല്ലദീ യബ്തിഷു ബിഹാ, അവൻ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന അവൻ്റെ കൈ അത് ഞാനായി മാറും. വ റിജ്ലുഹു അല്ലദീ യംശി ബിഹാ, അവൻ നടന്നു പോകുന്ന അവൻ്റെ കാല് അത് ഞാനായിട്ട് മാറും. വ ഇൻ സഅലനി ലഉതിയന്നഹു, ഏതെങ്കിലും ഒരു കാര്യം അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കും. വലൈൻ ഇസ്തആദനി ലഉഇദന്നഹു, അവൻ എന്നോട് ശരണം തേടിയാൽ, രക്ഷ ചോദിച്ചാൽ ഞാൻ തീർച്ചയായും അവന് രക്ഷ കൊടുക്കും, അവന് ശരണം നൽകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതായി നമ്മൾ അറിയിക്കുന്നു. ഇപ്പം എന്താണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലായത്? അള്ളാഹുവിൻ്റെ വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ്. അങ്ങനെ നിർബന്ധമായ കർമ്മങ്ങൾ കൊണ്ട് പടച്ചവൻ്റെ തൃപ്തി സമ്പാദിച്ച ആളുകൾ, പുറമേ അവർ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുക്കുവാനുള്ള ഒരുപാട് ആരാധനകളും ഇബാദത്തുകളും ദിക്റുകളും പ്രാർത്ഥനകളും അവർ നിർവഹിക്കുന്നു. നിർബന്ധമായ കാര്യങ്ങൾക്ക് ശേഷം നിർബന്ധമല്ലാത്ത എന്നാൽ പ്രതിഫലാർഹമായ ഒരുപാട് പ്രവൃത്തികൾ അവർ ചെയ്യുന്നു. അങ്ങനെ അവർ ചെയ്ത് അള്ളാഹുവിൻ്റെ മഹബത്ത്, ഇഷ്ടം അവർക്ക് സമ്പാദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ കേൾവി അത് ഞാനാകും, കാഴ്ച ഞാനാകും, അവരുടെ കൈ ഞാനാകും, അവരുടെ കാല് ഞാനാകും. എന്താണ് അതിനർത്ഥം? അതിൻ്റെ അർത്ഥം അവൻ്റെ ചെവി കൊണ്ട് കേൾക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള ആ അനുഗ്രഹം കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒന്നും കേൾക്കുകയില്ല. അത് അവിടെ ഭദ്രമായി, അത് സംരക്ഷിക്കപ്പെട്ടു. പിന്നെ അവൻ തോന്നിവാസങ്ങളിലേക്ക് അവൻ്റെ കേൾവി ശക്തി ഉപയോഗിക്കുകയില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ അവൻ്റെ കേൾവി ശക്തി പിന്നെ ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ അവൻ്റെ കാഴ്ച, അത് അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യമാണ്. ആ കണ്ണുകൊണ്ട് അവൻ നോക്കുക. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, കോപമുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരിക്കലും അവൻ നോക്കുകയില്ല. അതാണ് അള്ളാഹുവിൻ്റെ കണ്ണാകും, അള്ളാഹുവിൻ്റെ കാതാകും എന്ന് പറഞ്ഞതിനർത്ഥം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൈയാകും എന്ന് പറഞ്ഞാൽ ആ കൈ കൊണ്ട് അവൻ നല്ലതേ ചെയ്യുള്ളൂ. ആളുകൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന, ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്ന, അവന് തന്നെയും നാശമുണ്ടാക്കുന്ന കാര്യങ്ങൾ ആ കൈകൊണ്ട് അവൻ പ്രവർത്തിക്കുകയില്ല. നേരെ മറിച്ച് നന്മകളെ ആ കൈകൊണ്ട് അവൻ ചെയ്യൂ. അതുപോലെ തന്നെ ഞാൻ അവൻ്റെ കാലാകും എന്ന് പറഞ്ഞാൽ അവൻ നന്മയിലൂടെ സഞ്ചരിക്കുന്നവനായിരിക്കും. നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും അവൻ്റെ യാത്ര, നന്മ നേടാനായിരിക്കും അവൻ്റെ യാത്ര. അതുകൊണ്ട് അവൻ എങ്ങോട്ടെങ്കിലും നടന്നു പോയാൽ അത് നന്മയ്ക്ക് വേണ്ടിയുള്ള നടത്തമായിരിക്കും. എങ്ങോട്ടെങ്കിലും സഞ്ചരിച്ചാൽ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള സഞ്ചാരമായിരിക്കും. അങ്ങനെ അവൻ്റെ കാഴ്ചയും അവൻ്റെ കേൾവിയും അവൻ്റെ കഴിവും അവൻ്റെ സഞ്ചാരവും എല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ പൂർണ്ണമായി അങ്ങനെയാണെന്ന് ഉറപ്പുവരുത്തിയ ഒരാളാണ് അള്ളാഹുവിൻ്റെ വലിയ. സഹോദരന്മാരെ, ഈ വിലായത്ത് എല്ലാവർക്കും പരിശ്രമിച്ച് നേടാവുന്ന, ഏതാളുകളും ഇതിൽ പരിശ്രമം നടത്തിയാൽ അവർക്ക് നേടാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളായുള്ള ആളുകൾ അവരെപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? എന്തെങ്കിലും വിഷയത്തിൽ എൻ്റെ അടുക്കൽ നിന്ന് വല്ല വീഴ്ചയും വന്നു പോകുന്നുണ്ടോ എന്നവർ പരിശോധിക്കും. അവരുടെ ഈമാൻ വളരെ കരുത്തുള്ളതായിരിക്കും. എന്നാൽ ഈ വിലായത്തിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളാകുന്ന വിഷയത്തിൽ വ്യക്തികൾ തമ്മിൽ വ്യത്യാസമുണ്ടാകും. ചില ആളുകൾ കൂടുതൽ തഖ്വയുള്ളവരായിരിക്കും, ചില ആളുകൾ അത്ര തന്നെ ആ ദർജയിൽ എത്തിയിട്ടുണ്ടാവുകയില്ല. അത് പല കാര്യങ്ങളിലും നമുക്ക് സഹാബാക്കൾക്കിടയിലും അതുപോലെ തന്നെ നല്ല മനുഷ്യന്മാർക്കിടയിലും പരിശോധിച്ചാൽ കാണും. ചില ആൾക്കാർ വളരെ ഉന്നത നിലവാരമുള്ളതായിരിക്കും. പ്രവാചകന്മാരുടെ ഇടയിൽ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞ 5 പേർ, അവർ വളരെ ഉന്നത സ്ഥാനീയരായ ആൾക്കാരാണ്. അതിൽ തന്നെ ഏറ്റവും അത്യുന്നത സ്ഥാനത്തുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി സ്വർഗത്തിൽ കിടക്കുന്ന ആൾ, ആദ്യമായി മഹ്ശറ ഭൂമിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആൾ, ഇങ്ങനെ പല പ്രത്യേകതകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്.
അതിനർത്ഥം മറ്റുള്ള ആളുകൾ മോശക്കാരാണെന്നല്ല. ആ ആളുകൾക്കൊക്കെ അതിൻ്റെതായ ദർജകളുണ്ട്. അതുകൊണ്ട് തന്നെ വിലായത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ അവൻ്റെ അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും ഉന്നതിയിലെത്താൻ മത്സരിച്ച് മുന്നേറാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവരെപ്പോഴും വലിയാണ് എന്ന ആത്മവിശ്വാസത്തിൽ എനിക്കിഞ്ഞൊന്നും ചെയ്യേണ്ടതില്ല, ഇനി എനിക്ക് നിസ്കരിക്കേണ്ടതില്ല, ഇനി എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുന്നു എന്ന നിലക്ക് നിൽക്കുന്നവരാണോ? അല്ല. എന്താണ് ആ വലിയനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. സൂറത്തുൽ മുഅ്മിനൂന്റെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്താണ്? അവര് മറ്റുള്ള ആളുകൾക്ക് അവരുടെ സമ്പത്തിൽ നിന്ന് സഹായം ചെയ്യുമ്പോൾ ആ സഹായം അവർ ചെയ്യുന്നത് അള്ളാഹിനെ പേടിച്ചിട്ടാണ്. വഖുലൂബുഹും വജില, അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കണം എന്ന നിർദ്ദേശം പാലിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവർ മറ്റുള്ളവരെ സഹായിക്കുന്നത്. വഖുലൂബുഹും വജില, അപ്പോഴും ഞാൻ എൻ്റെ ബാധ്യത നിർവഹിച്ചിട്ടുണ്ടോ എന്നവർ പേടിച്ചു കൊണ്ടിരിക്കുന്നു. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ റബ്ബിൻ്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലേണ്ടി വരുമെന്ന് ഉത്തമ ബോധ്യമുള്ളവരാകുന്നു. ആ ബോധ്യമുള്ള ആളുകൾ എന്ത് ചെയ്യും? എപ്പോഴും സൂക്ഷ്മത കാണിക്കും. എപ്പോഴും പ്രവൃത്തികളിൽ അവൻ സൂക്ഷ്മത കാണിക്കും, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എപ്പോഴും അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പേടിയും അള്ളാഹുവിൻ്റെ രക്ഷയിലെ സംബന്ധിച്ച താല്പര്യവും അങ്ങനെ വെച്ചു പുലർത്തുന്ന ഖൗഫും റജാവും പേടിയും അതുപോലെ തന്നെ പ്രതീക്ഷയും വെച്ചു പുലർത്തുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അല്ലാതെ ഇബാദത്തുകളൊക്കെ നിർത്തി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇനി നമുക്കൊന്നും ചെയ്യേണ്ടതില്ല, അവരുടെ ഈമാനൊക്കെ പൂർത്തിയായിരിക്കുന്നു, ഉന്നത ദർജയിലെത്തിയിരിക്കുന്നു, ഇനി നമുക്കൊന്നും ചെയ്യേണ്ടതില്ല, അദ്ദേഹം നിസ്കരിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമല്ല, അവർക്ക് ആ ദർജയിലെത്തിയ ആൾക്കാരാണ് എന്നൊക്കെ ചില ആളുകളെ കുറിച്ച് ആളുകൾ പരിചയപ്പെടുത്താറുണ്ട്. സഹോദരന്മാരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ദർജയിലെത്തിയവരാരുമില്ലല്ലോ. ആ അവസാന നിമിഷം വരെ അദ്ദേഹം രോഗഗ്രസ്തനായി വളരെ വിഷമിച്ച് ശാരീരികമായ അവശതയിലായിരിക്കുമ്പോഴും അലി ബിൻ അബി താലിബിൻ്റെയും മിഖ്ദാദ് ബിൻ അസ്വദിൻ്റെയും ചുമലിൽ കൈവച്ച് നമസ്കാരത്തിന് അടിവെച്ച് വെല്ലെ അങ്ങനെ ഞെരങ്ങി നീങ്ങിയ ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും. എന്നിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ മരണശയ്യയിൽ അദ്ദേഹം കിടക്കുമ്പോഴും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് സലാ, നിങ്ങൾ നമസ്കാരം മുറുകെ പിടിക്കണം. നമസ്കാരം ഒഴിവാക്കുന്ന ആൾക്കല്ല വലിയെന്ന് പേര്. കൃത്യമായി നമസ്കരിക്കുന്നവരും നമസ്കാരം ജീവിതത്തിൽ പതിവാക്കുന്നവരും അതിൽ സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾക്കുമാണ് വലിയ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വലിയാകാൻ രണ്ട് പ്രധാനമായ മാർഗങ്ങളുണ്ട്. ഒന്ന് അദ്ദുആ, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഹിദായത്ത്, അള്ളാഹുവിന് ചോദിക്കുന്ന സന്മാർഗം, അള്ളാഹുവിനോട് ചോദിക്കുന്ന ആ ദീനിയായ നിഷ്ഠ. അത് പടച്ചവൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക്, അള്ളാഹുവിൻ്റെ ഹിദായത്ത് കിട്ടിയ ആളുകൾക്ക് മാത്രമേ ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ വളരെ ഉന്നതമായി മുന്നേറുക, മത്സരം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നേറുക. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അങ്കബൂത്തിന്റെ 69-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വല്ലദീന ജാഹദൂ ഫീനാ, നമ്മുടെ വഴിക്ക് പരിശ്രമിച്ച ആളുകൾ, പടച്ചവൻ്റെ അടുക്കലേക്ക് എത്തുവാനും ഉന്നത സ്ഥാനങ്ങൾ സമ്പാദിക്കുവാനും വേണ്ടി പരിശ്രമിച്ച ആളുകൾ, ലനഹ്ദിയന്നഹും സുബുലന, അവർക്ക് വ്യത്യസ്ത വഴികൾ നാം കാണിച്ചു കൊടുക്കും. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുക്കുക? എങ്ങനെയാണ് ആ സാമീപ്യം കിട്ടുക? എങ്ങനെയാണ് തൃപ്തി സമ്പാദിക്കുക? അതിനവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വഴികൾ കാണിച്ചു കൊടുക്കും. ഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ, നന്മ പ്രവർത്തിക്കുന്ന ആളുകളോടൊപ്പമാണ് അള്ളാഹു ഉണ്ടാവുക. സഹോദരന്മാരെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ആരാണ് യഥാർത്ഥത്തിലുള്ള വലിയ? തഖ്വയുള്ളവനാണ് വലിയ, ഈമാനുള്ളവനാണ് വലിയ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ് വലിയ, ആ കാര്യത്തിൽ മത്സരിച്ച് മുന്നേറുന്നവനാണ് വലിയ. അത് ഏതൊരു മുസ്ലിമിനും ആ വഴിക്ക് പരിശ്രമിക്കാവുന്നതാണ്. അതിനുള്ള ബുദ്ധിയും അതിനുള്ള വിവേകവും അതിനുള്ള സാഹചര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ട്. ആ നിലയ്ക്ക് പരിശ്രമിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്
വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ ഉസീക്കും സാനിയും യത്ഖുവല്ലാഹ്. സഹോദരന്മാരെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട്, അള്ളാഹുവിൻ്റെ വലിയകളായ, അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച, അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിച്ച യഥാർത്ഥ ആളുകൾ, അവരെക്കുറിച്ച് അള്ളാഹുവിന് പോലും ഉണ്ടാകുന്ന ആ ഒരവസ്ഥ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായി ഒരു ഹദീസിൽ ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നു. എന്താണ്? ഇന്നല്ലാഹ യക്റഹു അദാഹു വ മുസാഅതഹു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ദാസനായി കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വിഷമോ വരുന്നത് അള്ളാഹുവിന് അനിഷ്ടകരമാണ്. ഉദാഹരണത്തിന് മരണം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും മരണത്തെ ഇഷ്ടപ്പെടാത്തവനാണ്. അപ്പോൾ ആ മരണത്തെ ഇഷ്ടപ്പെടാത്ത ആളാകുമ്പോൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളാണെങ്കിൽ ആ ഏറ്റവും അടുത്ത അടിമയെപ്പോലും അവന് മരണം സംഭവിക്കുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു തആല വെറുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ തറദ്ദത്തു അൻ ഷൈഇൻ അന ഫാഇലുഹു കതറദ്ദുദി അൻ നഫ്സിൽ മുഅ്മിൻ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ എനിക്കല്പം ഞാനത് ചെയ്യണോ ചെയ്യണ്ടേ എന്ന വിധത്തിലുള്ള ഒരു ശങ്ക അതെന്നെ ബാധിച്ചിട്ടുള്ളത് ഒരു മുഅ്മിനിൻ്റെ വിഷയത്തിൽ, ഒരു വിശ്വാസിയുടെ വിഷയത്തിൽ. യക്റഹുൽ മൗത, മരണം വെറുക്കുന്ന ഒരു വിശ്വാസിയുടെ വിഷയത്തിൽ, അവനെ മരിപ്പിക്കണോ മരിപ്പിക്കണ്ടേ എന്ന വിഷയത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു തആല ശങ്കിച്ചു നിൽക്കുന്നു. എന്തുകൊണ്ട്? കാരണം വഅന അക്റഹു മുസാഅതഹു, അവൻ എന്തെങ്കിലും ദുഃഖമുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ ഞാൻ വെറുക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത്രയും, എന്നാൽ വളരെ ഭവ്യതയോടുകൂടി യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, എത്ര സന്തോഷത്തോടു കൂടിയാണ് ഒരു വിശ്വാസിയെ അള്ളാഹു പരലോകത്തേക്ക് വിളിക്കുന്നത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നതി ലതി കുന്തും തുഅദൂൻ. ആ മരണം ആസന്നമായ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് എത്ര നല്ല നിലക്കാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ജീവൻ പിടിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹു ഏൽപ്പിച്ച മലക്കുകൾ ആ മലക്കുൽ മൗത്ത് അവരുടെ ജീവൻ പിടിക്കുന്നത്. എല്ലാ സന്തോഷ വാർത്തയും അവർക്ക് നൽകുന്നു. സമാധാനം സിദ്ധിച്ച മനസ്സേ, നീ സ്വർഗത്തിലേക്ക് മടങ്ങുക, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോവുക എന്ന എല്ലാ ഭവ്യതയോടുകൂടിയും എല്ലാ താഴ്മയോടുകൂടിയും അവൻ്റെ ജീവൻ പിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവന് സന്തോഷമാണ്, സമാധാനമാണ് എന്നാണ് വിശുദ്ധ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ പലതരത്തിലുള്ള വ്യാജ ഔലിയാക്കളെയും നമുക്ക് ചുറ്റും കാണുന്നു. ആളുകളെ മുഴുവൻ പറ്റിച്ച് ജീവിക്കുന്ന, അവരുടെ സമ്പാദ്യങ്ങൾ പോക്കറ്റ് മുഴുവൻ കാലിയാക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ. മാത്രമല്ല, അന്ധമായ വിശ്വാസങ്ങളിലൂടെ ഇത്തരം വ്യാജന്മാരുടെ പിന്നാലെ നടന്ന് ദീനും ആഖിറവും വിശ്വാസവും തൗഹീദും എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് ആളുകളുണ്ട്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ അത് പല രൂപത്തിലുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഔലിയാക്കളായ അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് നൽകും. ഇങ്ങനെ പല സംഭവങ്ങളും ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. രണ്ട് പ്രമുഖ സഹാബാക്കൾ ഉബ്ബാദ് ബിൻ ബിശ്റും ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു പ്രവാചക സന്നിധിയിൽ നിന്ന് അവർ വീട്ടിലേക്ക് പോവുകയാണ്. നല്ല ഇരുട്ടുള്ള രാത്രിയാണ്, നല്ല ഇരുട്ടുണ്ട്. ആ രാത്രിയിൽ നടന്നു പോകാൻ വെളിച്ചമില്ല. രണ്ടുപേരും കൂടി നടക്കാൻ ആരംഭിച്ചപ്പോൾ അതിൽ ഒരാളുടെ വടി പ്രകാശിക്കാൻ ആരംഭിച്ചു. ആ പ്രകാശത്തിൽ അവർ നടന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അങ്ങനെ രണ്ടുപേരും ഒരു വഴിയിൽ വേർപിരിഞ്ഞു പോകേണ്ട അവസ്ഥ വന്നു. ഒരാളുടെ വലത്തോട്ട് പോകണം, ഒരാളുടെ ഇടത്തോട്ട് പോകണം ഉദാഹരണത്തിന്. അപ്പോൾ ആ മറ്റേ അവരൻ്റെയും വടി പ്രകാശിച്ചു. ആ രണ്ട് സഹാബികളുടെ പേരാണ് അബ്ബാദ് ബിൻ ബിശ്റും അതുപോലെ തന്നെ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു. ഇതേ പ്രകാരം തന്നെ ഉക്കാശ ഇബ്നു മുഹ്സിൻ, പ്രമുഖനായ സഹാബി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉക്കാശ ഇബ്നു മുഹ്സിൻ. ബദർ യുദ്ധത്തിൽ അദ്ദേഹം പടവരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാള് മുറിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനൊരു വടി കൊടുത്തു. വേറൊരു ഹദീസിൽ ഒട്ടകത്തിൻ്റെ ഈത്തപ്പനയുടെ മട്ടലാണ് എന്ന് പറയുന്നുണ്ട്. അത് വാളിനേക്കാൾ മൂർച്ചയോടുകൂടി അദ്ദേഹം അതുകൊണ്ട് യുദ്ധം ചെയ്തു. അഥവാ ആ വാളിന് പകരമായി മൂർച്ചയുള്ള ഒരു വസ്തുവായി അത് മാറുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്തു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇതുപോലെ അനേകം സംഭവങ്ങൾ സഹാബാക്കളുടെ വിഷയത്തിലും
അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധത്തിൽ തന്നെ അവർക്ക് നുആസ് അഥവാ ആ ഭയപ്പാട്, യുദ്ധത്തിൻ്റെ കെടുതിയും ഭയപ്പാടുകളും അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മയക്കം കൊടുത്തു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലും അതുണ്ട്, അവർക്ക് മയക്കം കൊടുത്തു. അങ്ങനെ ആ വലിയ വെപ്രാളത്തിൽ നിന്ന്, ബേജാറിൽ നിന്ന് അള്ളാഹു അവരുടെ മനസ്സിനെയും അവരുടെ ഹൃദയത്തെയും സംരക്ഷിച്ചു എന്ന് ഖുർആൻ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒട്ടനേകം. എന്നാൽ എല്ലാ കറാമത്തുകളും ബാധിച്ചുകൊണ്ട് എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, ഞാൻ എന്ത് വിചാരിച്ചാലും ചെയ്യും, ഞാൻ ഇതെല്ലാം ഭസ്മമാക്കി കളയും, അങ്ങനെ പല രൂപത്തിലുള്ള വ്യാജ കഴിവുകളും പലർക്കും ആരോപിച്ചു കൊടുത്തുകൊണ്ട് അവരെ പേടിച്ച് ജീവിക്കുക, അള്ളാഹുവിനെ പേടിക്കുന്നതിനേക്കാൾ അവരെ പേടിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിറമുള്ള വസ്ത്രങ്ങൾ പുതച്ച് എവിടെയെങ്കിലും ഒരു മൂലക്കിരുന്നാൽ അതാണ് വലിയ. സഹോദരന്മാരെ, അതൊന്നുമല്ല വലിയ. അള്ളാഹു നിർബന്ധമാക്കിയ ഫർദ് നമസ്കാരങ്ങൾ വരെ ഒഴിവാക്കിയാൽ അത് ചെയ്യാത്ത ആളുകൾ, നോമ്പനുഷ്ഠിക്കാത്ത ആളുകൾ, ദീനിയായ യാതൊരുവിധ ആരാധനകളിലും താല്പര്യമില്ലാത്ത ആളുകൾ, അവരൊക്കെ കുറേ ദീക്ഷ വളർത്തി, താടി നീട്ടി, മുടി നീട്ടി, ഏതെങ്കിലും ചില വർണ്ണ ഭംഗിയുള്ള വസ്ത്രങ്ങൾ കൊണ്ട് ശരീരം മുഴുവൻ മൂടി എവിടെയെങ്കിലും പൊതച്ചിരുന്നാൽ അവരെക്കുറിച്ച് നമ്മൾ വലിയെന്ന് പറയുമോ? പക്ഷേ അങ്ങനെയാണ് നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നു, അവരെ ബഹുമാനിക്കുന്നു, അവരെന്തോ വിധത്തിലുള്ള എല്ലാ വൈബിയായ കാര്യങ്ങളും, ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ അവർക്ക് അറിയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് അവരാണ്. ഈ മലക്കൂത്തു സമാവാത്തി വൽ അർദ് മുഴുവനും അവരുടെ കയ്യിലാണ്. അതുപോലെ ആളുകളെ മരിപ്പിക്കാൻ അവർക്ക് സാധിക്കും, കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ അവർക്ക് സാധിക്കും. ഇങ്ങനെ തരയിലുള്ള അന്ധവിശ്വാസങ്ങൾ ഏജന്റുമാർ പറഞ്ഞു വലുതാക്കും. ഇങ്ങനെ ഒരുപാട് ഏജൻസിമാർ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. അവരെ ഒന്നും വിശ്വസിക്കുകയോ അവരുടെ ആ സന്ദേശങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാൻ നമുക്ക് പാടില്ല. യഥാർത്ഥ വലിയ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, പരലോകത്തെ ഭയപ്പെടുന്ന, യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുന്ന, തൻ്റെ കാര്യത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന ബോധത്തോടു കൂടി മത്സരിച്ച് മുന്നേറുന്ന, ദീനിൽ മത്സരിച്ച് മുന്നേറുന്ന ആളാണ് അള്ളാഹുവിൻ്റെ വലിയ. അത് ഒരാളുടെ തലയിലും പേരെഴുതി വെക്കുന്ന ഒരു സംഗതിയല്ല, ബോർഡ് വെക്കുന്ന സംഭവമല്ല. അതുപോലെ തന്നെ അമാനുഷികമായ കാര്യങ്ങൾ മുഴുവനും എനിക്കുണ്ട് എന്ന് അവകാശപ്പെടുന്നവനുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട അവൻ്റെ അടിമകളാണ്. അങ്ങനെ ആയിത്തീരാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വ്യാജന്മാരിൽ നിന്നും, കള്ളവാദികളിൽ നിന്നും, ഈ സമൂഹത്തെ പഴപ്പിക്കുന്ന വ്യാജന്മാരിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമുദായത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാ ശിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും നൂലാമാലകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ് ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد.